രമേശ് ചെന്നിത്തല UDF ചെയർമാനാകും. സ്ഥാനമേറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ആ പദവിയിൽ തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത മുതിർന്ന നേതാക്കളുടെ യോഗം ജൂലൈ ആദ്യവാരം ദില്ലിയിൽ ചേരും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ഇതാദ്യമായാണ് UDF ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് മുതിർന്ന നേതാക്കളിൽ നിന്ന് സ്ഥിരീകരണമുണ്ടാകുന്നത്. UDF ചെയർമാനാകണമെന്ന് UDFും കോൺഗ്രസ് ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടും സ്ഥാനമേറ്റെടുക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു. UDF ചെയർമാൻ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച് താനായിരുന്നെന്നും എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവാണ് UDF ചെയർമാൻ ആകേണ്ടത്. ഉമ്മൻചാണ്ടി പദവി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ പദവി പ്രതിപക്ഷ നേതാവിൽ തുടരുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തന്നെയാണ് UDFിൻ്റെ എപ്പോഴത്തെയും ചെയർമാൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരമ്പരാഗതമായി തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത്തവണ ഞാനാണ് ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്ത് തുടരും. സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന നേതാക്കളടക്കം 50 പേരുടെ യോഗം വിളിക്കാൻ രമേശ് ചെന്നിത്തല, VM സുധീരൻ, ഉമ്മൻചാണ്ടി എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു. ഈ യോഗം അടുത്ത മാസം ആദ്യവാരം ദില്ലിയിൽ ചേരുമെന്നും ചെന്നിത്തല അറിയിച്ചു. ഈ യോഗത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും പുനഃസംഘടന നടക്കുക. ജൂലൈ ആദ്യവാരം ആ മീറ്റിംഗിൽ വെച്ച് മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ പൊതുരാഷ്ട്രീയ സാഹചര്യം ചെന്നിത്തല ധരിപ്പിച്ചു. റിപ്പോർട്ടർ, ദില്ലി.